നാളത്തെ പ്രഭാതത്തിൽ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതായത് ഈ നിരത്തുകളിൽ കുടികളില്ല, പോസ്റ്ററുകളില്ല, പണക്കൊഴുപ്പുള്ള തെരഞ്ഞെടുപ്പ് റാലികളൊന്നുമില്ല. ശരിക്കും അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും അല്ലേ? പകരം സ്വന്തം കഴിവ് തെളിയിക്കുന്ന പരീക്ഷകളും പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ നേരിടും എന്ന് പരിശോധിക്കുന്ന ആ ഒരു വെർച്വൽ റിയാലിറ്റി ടെസ്റ്റുകളും പാസ്സാകണമെന്ന ഭരണഘടന മാറ്റിയെഴുതപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ചിന്തിച്ചു നോക്കൂ. അതെ, കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ഈ വിശദമായ വിശകലനത്തിൽ, അതായത് നമ്മുടെ ഈ ഡീപ് ഡൈവിൽ പരിശോധിക്കാൻ പോകുന്നത് അത്തരമൊരു ലോകത്തെക്കുറിച്ചാണ്. ദി മെറിറ്റോക്രാറ്റിക് ബ്ലൂ പ്രിന്റ് ഫോർ നോൺ പാർട്ടിസൺ ഗവേണൻസ് എന്ന വളരെ നൂതനമായ ഒരു രൂപരേഖയാണിന്ന് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായും അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഇന്നത്തെ വ്യവസ്ഥിതിയെ പൂർണ്ണമായും മാറ്റി തികച്ചും യോഗ്യതയുടെയും കഴിവിന്റെയും അടിസ്ഥാനത്തിൽ, അതായത് പൂർണ്ണമായും ഒരു മെറിറ്റോക്രസിയുടെ അടിസ്ഥാനത്തിൽ മാത്രം രാജ്യത്തെ നയിക്കാൻ പ്രഗത്ഭരെ കണ്ടെത്തുന്ന ഒരു മാതൃകയാണിത്. നമ്മൾ വളരെ അനുകൂലവും ക്രിയാത്മകവുമായ രീതിയിലാണ് ഇതിലെ ഓരോ വിവരങ്ങളും ഇന്ന് പരിശോധിക്കുന്നത്. ശരിയാണ്. യാതൊരുവിധ മുൻവിധികളുമില്ലാതെ ഈ രേഖയിലെ ഓരോ വരിയും നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കായാലും തോന്നും, പാർട്ടികളില്ലാതെ എങ്ങനെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുക എന്ന്. ഇതിന്റെ അടിസ്ഥാന ഘടന എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഈ രൂപരേഖ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ അതാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ കണ്ടുശീലിച്ച ഈ രാഷ്ട്രീയ പാർട്ടി സംവിധാനത്തെ ഇത് പൂർണ്ണമായും റദ്ദാക്കുകയാണ്. ഇവിടെ മത്സരിക്കുന്നവരെല്ലാം തികച്ചും സ്വതന്ത്രരായിരിക്കും. പാർട്ടികളുടെ പിൻബലമോ ചിഹ്നങ്ങളോ ഒന്നുമുണ്ടാകില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും ഭരണം കൈയാളുക? സ്വന്തം മേഖലയിൽ പ്രാഗത്ഭ്യം തെളിയിച്ച വിദ്യാസമ്പന്നരായ പ്രതിനിധികൾ മാത്രമടങ്ങുന്ന ഒരു വിദഗ്ധരുടെ ഭരണസമിതി, അതായത് ഒരു എക്സ്പെർട്ട് കൗൺസിലായിരിക്കും ഭരണം നടത്തുക. നിലവിൽ നമുക്ക് ഒരുപാട് വകുപ്പുകളും മന്ത്രിമാരുമൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഇവിടെ ഭരണസൗകര്യത്തിനായി സമാനമായ വകുപ്പുകളെ കൂട്ടിച്ചേർത്ത് 10 മുതൽ 12 വരെ സുപ്രധാന ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നു. ഓഹോ, അപ്പോൾ ഈ 12 വകുപ്പുകളിലേക്കും ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണോ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്? അതെ, ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യും. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിന് വലിയൊരു മാറ്റം വരുന്നു എന്നതാണ്. അതായത് സർവാധികാരിയായ ഒരു ഏകാധിപതിയായിരിക്കില്ല ഭരണത്തലവൻ. അതെനിക്ക് വളരെ താൽപ്പര്യമുള്ളൊരു ആശയമായി തോന്നി. അപ്പോൾ ഈ 12 പേർക്കും തുല്യ അധികാരമായിരിക്കുമോ? കൃത്യമായി പറഞ്ഞാൽ അതെ. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്ത തുല്യ അധികാരമുള്ള ഈ 12 വകുപ്പ് പ്രതിനിധികളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ചീഫ് കോർഡിനേറ്റർ മാത്രമായിരിക്കും ഭരണാധികാരി. അതായത് ഒരു ആധുനിക കോർപ്പറേറ്റ് കമ്പനിയുടെ പ്രവർത്തനവുമായി ഇതിന് നല്ല സാമ്യമുണ്ട്. കഴിവുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മികച്ച പ്രൊജക്ട് മാനേജരെ പോലെയാണ് ഈ ചീഫ് കോർഡിനേറ്റർ പ്രവർത്തിക്കുക. എന്ത് മനോഹരമായ ആശയമാണിത്! ശരിയാണ്. അധികാര വികേന്ദ്രീകരണം യഥാർത്ഥ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ ഈ ഘടന ഒരുപാട് സഹായിക്കും. ഒരു വ്യക്തിയിലേക്ക് മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നതാണല്ലോ പലപ്പോഴും അഴിമതിക്കും സ്വേച്ഛാധിപത്യത്തിനും കാരണമാകുന്നത്. തീർച്ചയായും. ഇപ്പോൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കേണ്ടത് ആ മേഖലയിൽ ഏറ്റവും മികച്ച വിദഗ്ധനായിരിക്കും, അല്ലാതെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുള്ള ഒരാളല്ല. ഇത് തീരുമാനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കും. എന്നാൽ എന്റെ ചോദ്യം, ഈ വിദഗ്ധരെ എങ്ങനെ കണ്ടെത്തുമെന്നതാണ്. അതിന് കൃത്യമായ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഉണ്ട്. വളരെ ശാസ്ത്രീയമായ 5 ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയാണ് ഇതിനായി നിർദ്ദേശിച്ചിട്ടുള്ളത്. 1-ാം ഘട്ടം അടിസ്ഥാന യോഗ്യതകളാണ്. മത്സരിക്കുന്നവരുടെ പ്രായം 25-നും 55-നും ഇടയിലായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം, അവർക്ക് യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും പാടില്ല. അത് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് നോക്കി തീരുമാനിക്കുന്നതാണോ? പലപ്പോഴും കേസുകൾ മറച്ചുവെക്കാൻ എളുപ്പമാണല്ലോ. അല്ലല്ല, പോലീസിന്റെ ആധുനിക ഡിജിറ്റൽ ഡേറ്റാബേസ് വഴി കർശനമായി പരിശോധിച്ചായിരിക്കും ഇത് ഉറപ്പുവരുത്തുക. പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ വാർഡ് തലത്തിൽ മത്സരിക്കാൻ കുറഞ്ഞത് 10-ാം ക്ലാസ്, +2 അല്ലെങ്കിൽ ബിരുദം വേണം. സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് കുറഞ്ഞത് ബിരുദം നിർബന്ധമാണ്. അതൊരു നല്ല തുടക്കമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രധാന വകുപ്പുകളുടെ കാര്യത്തിലോ? അതിന് പ്രത്യേക യോഗ്യതകൾ വല്ലതും പറയുന്നുണ്ടോ? രേഖയിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. സുപ്രധാന വകുപ്പുകളായ ആരോഗ്യം, സാമ്പത്തികം അഥവാ ധനകാര്യം, ആഭ്യന്തരം, വിദ്യാഭ്യാസം തുടങ്ങിയവരിലേക്ക് മത്സരിക്കാൻ നിർബന്ധമായും PhD
അല്ലെങ്കിൽ ആ മേഖലയിൽ തെളിയിക്കപ്പെട്ട വലിയ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. വാവ്! ആരോഗ്യം, സാമ്പത്തികം, ആഭ്യന്തരം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിൽ PhD നിർബന്ധമാക്കുന്നത് എത്ര വലിയൊരു കുതിച്ചുചാട്ടമാണ്. ഇതൊരു ബഹിരാകാശ ദൗത്യത്തിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതുപോലെ ശാസ്ത്രീയമാണല്ലോ. അപ്പോൾ ഈ യോഗ്യതയുള്ള ആർക്കും നേരിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ? ഇല്ല, അവിടെയാണ് രണ്ടാം ഘട്ടം വരുന്നത്. ഈ യോഗ്യതയുള്ളവർക്കായി ഒരു പ്രവേശന പരീക്ഷ നടത്തും. സുപ്രീം കോടതിയുടെയും അക്കാഡമിക് വിദഗ്ധരുടെയും മേൽനോട്ടത്തിലുള്ള ഒരു സ്വതന്ത്ര കമ്മീഷനായിരിക്കും ഇത് നടത്തുക. അതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന മികച്ച 20 പേരടങ്ങുന്ന ഒരു മെയിൻ ലിസ്റ്റും ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തി ഒരു വെയിറ്റിംഗ് ലിസ്റ്റും തയ്യാറാക്കും. ഒരു നിമിഷം. അപ്പോൾ വെറുമൊരു എഴുത്തുപരീക്ഷ പാസ്സായാൽ മാത്രം മതിയോ? പുസ്തകത്തിലുള്ള അറിവല്ലല്ലോ യഥാർത്ഥ ഭരണത്തിൽ ആവശ്യം. പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് ഒരു പേപ്പർ പരീക്ഷയിലൂടെ എങ്ങനെ അളക്കാനാകും? അവിടെയാണ് ഈ രൂപരേഖയുടെ ഏറ്റവും വിപ്ലവകരമായ മൂന്നാം ഘട്ടം വരുന്നത്. അറിവ് മാത്രമല്ല, യഥാർത്ഥ കഴിവ് അളക്കാൻ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള വലിയ പ്രതിസന്ധികൾ, അതായത് ഒരു പ്രകൃതി ദുരന്തമോ സാമ്പത്തിക തകർച്ചയോ ഒക്കെ വെർച്വൽ റിയാലിറ്റി, അതായത് VR, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ വഴി കൃത്രിമമായി സൃഷ്ടിക്കും. അതായത് സ്ഥാനാർത്ഥി ഒരു VR ഹെഡ്സെറ്റൊക്കെ വെച്ച് ഈ പ്രതിസന്ധികളെ നേരിടണമെന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ എങ്ങനെ പെരുമാറുന്നു, എത്ര വേഗത്തിൽ കൃത്യമായ തീരുമാനമെടുക്കുന്നു എന്ന് AI വിലയിരുത്തും. ഇതിനൊപ്പം തന്നെ മെഡിക്കൽ ബോർഡിലെ പ്രഗത്ഭരായ സൈക്യാട്രിസ്റ്റുകൾ മുഖേന ഈ സ്ഥാനാർത്ഥികളുടെ മാനസിക പക്വതയും നേരിട്ട് പരിശോധിക്കും. കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുമോ എന്നതൊക്കെ നോക്കും. പരാജയപ്പെട്ടാൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് അടുത്തയാളെ പകരമെടുക്കും. അത്ഭുതം തന്നെ. അധികാരക്കൊതിയോ മറ്റു മാനസിക പ്രശ്നങ്ങളോ ഉള്ളവരാണെങ്കിൽ ഈ ടെസ്റ്റിൽ പരാജയപ്പെടുമെന്നത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം പാസ്സായി വരുന്നവർക്കാണോ യഥാർത്ഥ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുക? അതെ, ഇത് 4ാം ഘട്ടമാണ്. നിയമസഭയിലേക്ക് 6 മുതൽ 8 പേർ, ലോക്സഭയിലേക്ക് 15 പേർ, വാർഡിലേക്ക് 3 മുതൽ 4 പേർ എന്നിങ്ങനെയായിരിക്കും അന്തിമ പട്ടിക. പണക്കൊഴുപ്പുള്ള റാലികളും ഫ്ലെക്സ് ബോർഡുകളും എല്ലാം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുക? പകരം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വികസന പദ്ധതികളും അവ നടപ്പിലാക്കാനുള്ള കൃത്യമായ സമയക്രമം അഥവാ ടൈം ലൈനും അടങ്ങിയ വോട്ട് അഭ്യർത്ഥനാ കുറിപ്പുകൾ നേരിട്ട് ജനങ്ങൾക്ക് നൽകണം. അതൊരു വെറും വാഗ്ദാനമല്ല, രേഖാമൂലമുള്ള ഒരു ഉറപ്പാണ്. വാചകമൊഴിക്കിവിടെ യാതൊരു സ്ഥാനവുമില്ലെന്ന് സാരം. ഈ സമയക്രമം ജനങ്ങൾക്ക് വലിയൊരു ഉറപ്പാണ് നൽകുന്നത്. ഇനി 5ാം ഘട്ടമായ വോട്ടെടുപ്പിലോ? അവിടെ കള്ളവോട്ടുകൾ തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായും ഉണ്ട്. അത്യാധുനിക പോളിംഗ് ബൂത്തുകളിൽ വോട്ടറുടെ തിരിച്ചറിയൽ കാർഡിലെ ആധാർ അധിഷ്ഠിത ചിപ്പ് സ്കാൻ ചെയ്യണം. ഉടൻ തന്നെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP മെഷീനിൽ നൽകിയാൽ മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ. കള്ളവോട്ട് 100% തടയാൻ ഇതിലൂടെ കഴിയും. ആധാർ ചിപ്പും മൊബൈൽ OTPയും ഈ സാങ്കേതികവിദ്യ വളരെ സുരക്ഷിതമാണ്. എന്നാൽ എന്റെ മനസ്സിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത്രയൊക്കെ ടെസ്റ്റുകൾ പാസ്സായി അധികാരത്തിൽ വന്ന ശേഷം ഇവർ അഴിമതി കോണിച്ചാലോ, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പദ്ധതികൾ തീർത്തില്ലെങ്കിലോ അതിനും വല്ല പരിഹാരവുമുണ്ടോ? ജനങ്ങളുടെ പരമാധികാരം ഉറപ്പുവരുത്തുന്ന 2 ശക്തമായ ആയുധങ്ങൾ ഈ സംവിധാനത്തിലുണ്ട്. റൈറ്റ് ടു റിജക്റ്റ്, പിന്നെ റൈറ്റ് ടു റീകോൾ. അന്തിമ പട്ടികയിലുള്ള ആരെയും സ്വീകാര്യമല്ലെങ്കിൽ വോട്ട് തിരസ്കരിക്കാനുള്ള അവകാശമാണ് റൈറ്റ് ടു റിജക്റ്റ്. റൈറ്റ് ടു റീകോൾ എന്ന് പറഞ്ഞാല് തിരിച്ചു വിളിക്കാനുള്ള അധികാരമല്ലേ? അതായത് വിജയിച്ച പ്രതിനിധി ശരിക്ക് ജോലി ചെയ്തില്ലെങ്കിൽ പുറത്താക്കാം എന്നാണോ? അതെ. അവർ അഴിമതി കാണിക്കുകയോ സമയക്രമം പാലിക്കാതിരിക്കുകയോ ചെയ്താൽ ആദ്യത്തെ 2 വർഷത്തെ സാവകാശത്തിന് ശേഷം അവരെ പുറത്താക്കാം. ഇതിനായി മണ്ഡലത്തിലെ 60% വോട്ടർമാർ വെബ്സൈറ്റോ ആപ്പോ വഴി OTP വെരിഫിക്കേഷനോടെ ഡിജിറ്റലായി വോട്ട് ചെയ്യണം. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെത്തി നേരിട്ട് ഒപ്പുവെച്ചാലും മതി. ഞാനിതിനൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ സർവീസ് ഗ്യാരണ്ടിയോടെയാണ് ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പന്നം തൃപ്തികരമല്ലെങ്കിൽ തിരികെ നൽകാൻ ഉപഭോക്താവിന് കഴിയുന്നതുപോലെ ഇവിടെ ജനങ്ങൾക്ക് തങ്ങളുടെ ജനപ്രതിനിധിയെ തിരികെ വിളിക്കാം. ജനാധിപത്യം അതിന്റെ യഥാർത്ഥ ശക്തിയിലെത്തുന്നത് ഇവിടെയാണ്. സത്യം. കൊള്ളരുതാത്തവനെ മാറ്റാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ 5 വർഷം കാത്തിരിക്കേണ്ടതില്ല. ജനങ്ങളോട് 100% ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികൾക്ക് മാത്രമേ ഇവിടെ നിലനിൽക്കാൻ സാധിക്കൂ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് സഭയ്ക്കുള്ളിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുകൂടി അറിയാൻ താൽപ്പര്യമുണ്ട്. പാർട്ടികളില്ലാത്തതുകൊണ്ട് അവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലല്ലോ.
അപ്പോൾ ഒരു നിയമം പാസാക്കുന്നത് എങ്ങനെയായിരിക്കും? അവിടെയാണ് ഇതിന്റെ സുതാര്യത നമ്മൾ കാണുന്നത്. സഭയിൽ വിഭജനമില്ലാത്തതുകൊണ്ട് തന്നെ ഓരോ നിയമത്തിന്റെയും ഗുണദോഷങ്ങൾ, അതായത് മെരിറ്റ് മാത്രം പരിശോധിച്ച് ജനങ്ങൾക്കു വേണ്ടി പ്രതിനിധികൾ സ്വതന്ത്രമായി വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാർട്ടി വിപ്പുകളോ സമ്മർദ്ദങ്ങളോ ഇല്ല. ഒരു നിമിഷം. പ്രതിനിധി സ്വന്തം ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമാകില്ലേ? അതിനാണ് തത്സമയ പബ്ലിക് പോളിംഗ് എന്ന സംവിധാനമുള്ളത്. സുപ്രധാന നിയമങ്ങൾ പാസാക്കുന്നതിന് മുൻപ് ചർച്ചകൾ ജനങ്ങൾക്ക് തത്സമയം കാണാം. തുടർന്ന് ആപ്പിലൂടെയോ വെബ്സൈറ്റിലൂടെയോ ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം. മണ്ഡലത്തിലെ ജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം എന്താണോ അതായിരിക്കും ആ പ്രതിനിധി സഭയിൽ വോട്ടായി രേഖപ്പെടുത്തേണ്ടത്. ആഹാ. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത പാവപ്പെട്ടവരോ? അവരുടെ ശബ്ദം കേൾക്കാതെ പോകില്ലേ? ഒരിക്കലുമില്ല. സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയാത്തവർക്കായി എല്ലാ മാസവും വാർഡുകളിൽ ഗ്രാമസഭകൾ നിർബന്ധമാക്കുന്നുണ്ട്. പ്രതിനിധികൾ അവിടെ വന്ന് നേരിട്ട് അഭിപ്രായം തേടണം. അതുകൊണ്ട് ആരുടെയും ശബ്ദം നഷ്ടപ്പെടുന്നില്ല. വളരെ മികച്ചൊരു ഐഡിയ. നമ്മൾ വെറും വോട്ടർമാരെന്ന നിലയിൽ നിന്ന് മാറി അതെ, സജീവ നിയമനിർമ്മാതാക്കളെന്ന നിലയിലേക്ക് ഉയരുകയാണ്. ശരിയാണ്. ഇനി ഭരണനിർവഹണം കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഫയലുകളൊക്കെ വേഗത്തിൽ നീങ്ങുമോ? ഭരണനിർവഹണം പൂർണ്ണമായും സുതാര്യമാകും. ജനപ്രതിനിധികൾ നേരിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് തെളിവുകളോടുകൂടി ഫയലുകളിൽ ഒപ്പുവയ്ക്കുന്നു. ഒരു ഡിജിറ്റൽ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം വഴി ജനങ്ങൾക്ക് ഫയലുകളുടെ പുരോഗതി തത്സമയം ഓൺലൈനായി അറിയാൻ സാധിക്കും. അതായത് നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് ട്രാക്ക് ചെയ്യുന്നതുപോലെ നമ്മുടെ നാട്ടിലെ വികസന ഫയൽ എവിടെയാണെന്ന് നമുക്ക് ലൈവായി ട്രാക്ക് ചെയ്യാം. അതെ, അതുതന്നെ. ഒപ്പം ഓരോ 6 മാസവും പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് നൽകുകയും ജനങ്ങളെ ഉൾപ്പെടുത്തി കൃത്യമായ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുകയും ചെയ്യും. രഹസ്യ സ്വഭാവം ഇല്ലാതാകുന്നതോടെ ഭരണനിർവഹണം 100% സുതാര്യമാകുന്നു. ഈ ചർച്ച നമ്മളൊന്ന് ചുരുക്കത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ, അഴിമതി നിറഞ്ഞ വ്യവസ്ഥിതിയെ വേരോടെ പിഴുതെറിയാനും കഴിവുള്ളവരെ ഭരണത്തിൽ കൊണ്ടുവന്ന് അധികാരം പൂർണ്ണമായും ജനങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാക്കാനുമുള്ള ഈ അത്യുജ്വലമായ രൂപരേഖ നാം കണ്ടുകഴിഞ്ഞു. സാങ്കേതിക വിദ്യയും യോഗ്യതയും ചേരുമ്പോൾ ജനാധിപത്യം എത്ര മനോഹരമാകുമെന്ന് ഈ രേഖ അടിവരയിടുന്നു. ഇത് ശരിക്കും ഒരു വലിയ സ്വപ്നം തന്നെയാണ്. തീർച്ചയായും. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും സ്ഥാനമില്ലാത്ത നാം ആഗ്രഹിക്കുന്നൊരു മാറ്റം തന്നെയാണിത്. എന്നായാലും ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ വിടവാങ്ങുന്നതിനു മുൻപ് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്ത ഈ വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരീക്ഷകളെ നേരിടാൻ നിങ്ങൾ ഇന്ന് തയ്യാറാണോ? ഈ തികഞ്ഞ മെരിറ്റോക്രസിയിൽ നിങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ച് ഏത് സുപ്രധാന വകുപ്പിനെയായിരിക്കും നിങ്ങൾ നയിക്കുക? നിങ്ങളുടെ സ്വന്തം ഭാവി ഈ പുതിയ ലോകത്തെവിടെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയൊരറിവും പുതിയ ചിന്തകളുമായി മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.